ഹേ എവ്രിവൺ. സോ ഇന്നത്തെ ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞു. വീട്ടിൽ പോകുന്ന വഴി നല്ല മഴ. അപ്പോഴാണ് ഞാൻ ഇന്നെന്റെ ഫ്രണ്ട് വീട്ടിൽ വരുന്ന കാര്യം പെട്ടെന്ന് ഓർത്തത്. നല്ല മഴ. അങ്ങനെ കുറെ നേരം മഴയൊക്കെ ആസ്വദിച്ചിരുന്നു. രേഷ്മ എപ്പോൾ കൊച്ചി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും വീട്ടിൽ വരുന്നത് വളരെ കാഷ്വൽ ആൻഡ് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സോ എൻ്റെ അടുത്ത് വരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇറ്റ് ഡസൻറ്റ് ഫെൽറ്റ് ലൈക്ക് എ ന്യൂ തിങ്. അങ്ങനെ രേഷ്മ പറഞ്ഞു നമുക്കിന്ന് ജ്യൂസ് സ്ട്രീറ്റും സിനഗോഗും കാണാൻ പോവാന്ന്. പിന്നെ നേരെ റെഡിയായി. ഞങ്ങൾ എന്നിട്ട് പുറത്തുനിന്ന് ലൈറ്റായിട്ട് കഴിച്ചു. ചപ്പാത്തിയും ചില്ലി ഗോപിയും പിന്നെ അപ്പവും ബീഫും ഇതായിരുന്നു ഞങ്ങൾ കഴിച്ചത്. പിന്നെ ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഇഷ്ടം പോലെ തവണ വന്നിട്ടുണ്ടെങ്കിലും ഓരോ വിസിറ്റിലും എനിക്ക് ഐ ഫീൽ സംതിങ് ന്യൂ. കാരണം അത് പ്രൊഡക്റ്റ് വൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാൾപേപ്പേഴ്സ്, അല്ലെങ്കിൽ എസ്തെറ്റിക്സ്, എനിക്കറിയില്ല. എപ്പോഴും ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ഇവൻ ആ ട്രഡീഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. ഹിസ്റ്ററി എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റേ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും റൈറ്റപ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത്ര അതിൽ ഫോക്കസ് ചെയ്യാറില്ല. ഞാൻ അധികം എനിക്ക് ഏഞ്ചലിനെ കണ്ടപ്പോൾ ഫസ്റ്റ് അമ്മനെ ഓർമ്മ വന്നത്. കാരണം അമ്മക്ക് ഇങ്ങനത്തെ സ്റ്റാച്യൂസ്, ഗ്രോട്ടോസ് ഒക്കെ ഭയങ്കര അഡിക്ഷനാണ്. ഇവിടെ വരുമ്പോൾ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ ഇവിടുത്തെ എന്തെങ്കിലും യുണീക്ക് പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാങ്ങിച്ചു പോകും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫോറം മാളിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും ചീസ് ലവേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ പിസ്സ വാങ്ങിച്ചു. ഞങ്ങൾ ആക്ച്വലി ഒരു ഷുഗർ ഡയറ്റിലൊക്കെ ആയിരുന്നു, പക്ഷേ ദാറ്റ്സ് ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം എല്ലാം കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. വി വെർ റിയലി എക്സോസ്റ്റഡ്. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയി. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അമ്മ ഫിഷ് ഫ്രൈ ചെയ്യണമായിരുന്നു. പെട്ടെന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. കാരണം ബാക്കി ഫിഷ് ഫ്രൈസ് ഒക്കെ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കന്നെയാണ്. ഇത് മാത്രമേ ഉള്ളൂ ഒരു ലൈവ് കുക്കിംഗ് പോലെ. സോ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞു.